അല്ല എന്റെ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാമി നൂഡിൽസ്. അപ്പൊ അതിന്റെ ലൈസൻസിന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇയർലി തൊട്ട് പ്രോഫിറ്റാ പ്രതീക്ഷിക്കണേ? ഒരു 4-5 ലക്ഷം പാക്കറ്റ് വിൽപ്പന നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്നുണ്ടോ? അങ്ങോട്ട് കൊടുത്താൽ മതി. അതൊന്ന് നോക്കി പേപ്പേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. സാറിന് വീട് എവിടെയാണ്? ഞാൻ തൃശ്ശൂരിന്. സാറേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പേപ്പർ വെച്ചിട്ടില്ല. എന്തുട്ട് താൻ ശരിക്കും നോക്കിയാ? പേപ്പറില്ല. അല്ല എല്ലാം വെച്ചിട്ടുണ്ട് സാറേ. അല്ല സുഹൃത്തൻ നോക്കിയാ കറക്റ്റാണ്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അല്ല സാറേ, ഇനി നിയമം മാറി വരുന്നതല്ലേ, എന്തെങ്കിലും പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് സ്റ്റാപ്ലർ ചെയ്തിട്ട് കൂടെ വെക്കാം. അത് സ്റ്റാപ്ലർ ചെയ്തൊന്നും വെക്കണ്ട, ഇതിന്റെ കൂടെ ഒരു കവറിലാക്കിയിട്ട് പ്രത്യേകം വെച്ചാൽ മതി. എന്റെ സാറേ, ഇത് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിലേക്ക് വരുമ്പോ, എന്നെ പോലുള്ള ആളുകൾ വരുമ്പോ അത് എടുത്തു വെച്ചിട്ടേ വരൂ. അല്ല ഒന്ന് ഓർമ്മിപ്പിക്കാണ്, ചിലര് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാന് പോകുന്നതിന്റെ ഉള്ളിൽ ഇത് തന്നിട്ട് പോവാന്ന് വിചാരിച്ചതാണ്. നിങ്ങളത് ചോദിച്ചു വായിച്ചു മാത്രം. അല്ല നമുക്ക് ആൾക്കാരെ കണ്ടറിയാം, എന്നാലും പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ, എന്നാ പിന്നെ ഇരിക്കട്ടെ. ഇത്രയൊന്നും ആവശ്യമില്ലാട്ടോ സതീശില്ല. അല്ല ഇരിക്കട്ടെ, അതൊരു സന്തോഷമാണല്ലോ. അപ്പൊ ലൈസൻസ് സാർ പെട്ടെന്ന് ശരിയാക്കി തരുമല്ലോ? ശരിയാക്കാം നമുക്ക്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയാലോ? ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ കാണാം. ഓക്കെ ഓക്കെ ശരി. സാറേ ശരി. ഈ ഗ്ലാസ് ഒരു ഐഡന്റിറ്റി തോന്നൂല്ലേ? അങ്ങനെയില്ല. ശരി ആയിക്കോട്ടെ. ഇപ്പൊ സാറ് മറന്നാലും ഞാൻ വിളിച്ചു പറഞ്ഞ് ശരിയാക്കാം. സാറേ കോൾ അടിച്ചല്ലോ അല്ലേ? സുധാ സാർ, താനെന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ്. അതെ സാർ. അതായത് എൻ്റെ ഫോണുകൾ അറ്റൻഡ് ചെയ്യാനും എൻ്റെ പ്രോഗ്രാമുകളൊക്കെ എന്നെ അറിയിക്കാനും ഗവൺമെന്റ് ശമ്പളം തന്നിരുത്തിയിട്ടുള്ള ഒരാള്. അതെ. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണ്ട. പോയാൽ പ്രശ്നം. താൻ ഈ സാധനം തന്നെയൊക്കെ ഒരു കണം കാണാണ്ട്. ഓരോരുത്തർ വരച്ച തറക്കണമൊന്നുമില്ല. നൂഡിൽസാ സാറേ? ഇത് അയാളുടെ കമ്പനിയിലെ പ്രോഡക്റ്റിന്റെ ഇതാണ്, സാമ്പിളാണിത്. പറ്റിച്ചു പോയിരിക്കാണല്ലോ. ഇതെങ്ങനെ അയാൾ പറ്റിച്ചാ നമ്മള് പറ്റുന്നത്? നമ്മള് ലൈസൻസ് കൊടുത്തിട്ടില്ലല്ലോ. ലൈസൻസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. വരും ഇല്ലെങ്കിൽ നമുക്ക് വരുത്താം. ഇതിപ്പോ എന്താ ചെയ്യാ? അത് താൻ പുഴുങ്ങി തിന്നോ? അപ്പൊ സാറിന് വേണ്ട? അല്ല എന്റെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അവര് നന്നായി കഴിക്കും. കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട. എന്തിനാ കിഡ്നി കളാണേ? താൻ വേണി കഴിച്ചോ അത്? എന്നിട്ട് അല്ല എനിക്കുള്ള അസിസ്റ്റന്റിനെ ഗവൺമെന്റ് വേറെ ആക്കി തരും.